Hi students, welcome to the second part of the revision class in trigonometry. Okay, revision class inde ഒന്നാമത്തെ പാർട്ട് ട്രിഗണോമെട്രിയുടെ ഒന്നാമത്തെ പാർട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. അതിൻ്റെ ഒരു തുടർച്ചയെന്ന് വേണം സൊല്യൂഷൻ ഓഫ് ട്രിഗണോമെട്രിക് ഇക്വേഷൻ, അതാണ് സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, the solution of trigonometric equations. നമുക്കറിയാം trigonometric equation means is an equation involving trigonometric functions of unknown angle is called a trigonometric equation, and the value of the unknown angle which satisfies the equation is called a solution of the trigonometric equation. അപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങൾ, ഒന്ന് പ്രിൻസിപ്പൽ സൊല്യൂഷൻ, ഒന്ന് ജനറൽ സൊല്യൂഷൻ. അതിൻ്റെ കുറച്ച് ഫോർമുലയുണ്ട്, ഒന്ന് ഓർത്തിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ളൊരു എളുപ്പമാർഗ്ഗം ഇതൊന്ന് ഓർത്തിരിക്കുക. നമുക്കറിയാവുന്നത് what is principal solution? Is a solution of the trigonometric equation, not a function, sorry, it's an equation which lies between 0 and 2 pi are called a principal solution. 0 and 2 pi ന്റെ ഇടയിലുള്ള trigonometric equationന്റെ solution ആണ് principal solution. ഓക്കെ, അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കോളൂ. നമുക്ക് ASTC ടെക്നിക്ക് നമുക്കറിയാവുന്നതാണ് ഇല്ലേ? ദെൻ ഇതൊന്ന് ഓർത്തിരിക്കുക. ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ് ദാറ്റ് ഇസ് 0 to 90 ആംഗിൾ ആൽഫ എന്ന് ഓർത്തിരിക്കുക. ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ് ഇറ്റ് ഇസ് പൈ മൈനസ് ആൽഫ. തേർഡ് ക്വാഡ്രന്റ് പൈ പ്ലസ് ആൽഫ. ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ് 2 പൈ മൈനസ് ആൽഫ എന്ന് ഓർത്തിരിക്കുക. പ്രിൻസിപ്പൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വളരെ ഈസി ആയിട്ട് ഇത് നമുക്ക് ഉപകരിക്കും. ഒന്ന് ശ്രദ്ധിക്കുക, നമുക്ക് മനസ്സിലാവും. ആൽഫ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ പൈ മൈനസ് ആൽഫ ഉറപ്പും സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. പൈ പ്ലസ് ആൽഫ തേർഡ് ക്വാഡ്രന്റ് ആണ്. 2 പൈ മൈനസ് ആൽഫയും ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഓക്കെ, then ഇതുപോലെ ജനറൽ സൊല്യൂഷൻ്റെ റിസൾട്ട് ഒന്ന് പഠിച്ചെടുക്കുക. ജനറൽ സൊല്യൂഷൻ റിസൾട്ട് 1, the general solution of sin theta equal to 0 is theta equal to n pi. കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. cos theta equal to 0 is theta equal to 2n plus 1 pi by 2. n is an integer. tan theta equal to 0 and theta equal to n pi, then n is an integer. ഓക്കെ, ഇത് സൈൻ തീറ്റ കോസ് തീറ്റ ഈക്വൽ ടു 0 ആവുന്നതിൻ്റെ ജനറൽ സൊല്യൂഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നന്നായി പഠിക്കുക. റിസൾട്ട് 1 ആൻഡ് ദ റിസൾട്ട് 2, യെസ്, ദ ജനറൽ സൊല്യൂഷൻ ഓഫ് സൈൻ തീറ്റ ഈക്വൽ ടു സൈൻ ആൽഫ, വെർ ആൽഫ ഈസ് എ ഗിവൺ ആംഗിൾ. ഓക്കെ, ആൽഫ ഈസ് എ ഗിവൺ ആംഗിൾ. Now sin theta equal to sin alpha is theta equal to n pi plus minus 1 raised to n into alpha. n is an integer. Cos theta equal to cos alpha is theta equal to 2n pi plus or minus alpha, n is an integer. Tan theta equal to tan alpha is theta equal to n pi plus alpha, n is an integer. ഈ രണ്ട് റിസൾട്ടും റിസൾട്ട് 1 റിസൾട്ട് 2 നന്നായി പഠിക്കുക. ലെറ്റ്സ് ഗോ ടു ദ പ്രോബ്ലംസ്. യെസ്, ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലം ഇതാണ്. പ്രിൻസിപ്പൽ സൊല്യൂഷൻ ആൻഡ് ജനറൽ സൊല്യൂഷൻ ഫോർ എ സിമ്പിൾ ട്രിഗണോമെട്രിക് ഇക്വേഷൻ ലൈക്ക് ദിസ്. 1 sin theta equal to 1/2. sin theta equal to 1/2 പ്രിൻസിപ്പൽ സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? sin theta is 1/2, ദാറ്റ് ഈസ് പോസിറ്റീവ് വാല്യൂ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 0-2 പൈൻ്റെ ഇടയിൽ വരുന്ന ആംഗിൾ ആണ് വരിക. sin theta പോസിറ്റീവ് ആവുന്ന ഫസ്റ്റ് ക്വാർട്ടറിലും സെക്കൻഡ് ക്വാർട്ടറിലുമാണ്. ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞ ടെക്നിക്ക്, തീറ്റയുടെ വാല്യൂ ആൽഫയും പൈ മൈനസ് ആൽഫ ആയിരിക്കും. വാട്ട് ഈസ് ആൽഫ ഈസ്, എപ്പോഴാണ് sin theta പോസിറ്റീവ് 1/2 ആവുന്ന മിനിമൽ ആംഗിൾ? നമുക്കറിയാം, ഇറ്റ് ഈസ് പൈ ബൈ 6 ആണ്. Then pi by 6, pi minus pi by 6, then the angles are pi by 6 and 5 pi by 6 are the principal solution. Okay, ഇനി ജനറൽ സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ആൻഡ് സൈൻ തീറ്റ is equal to 1/2. 1/2 നമുക്ക് സൈനിൽ എക്സ്പ്രസ് ചെയ്യാം, ദാറ്റ് ഈസ് സൈൻ പൈ ബൈ 6. ഇപ്പോൾ സൈൻ തീറ്റ ഈക്വൽ ടു സൈൻ ആൽഫ ഫോമിലാണ് കിട്ടിയിരിക്കുന്നത്. സൈൻ തീറ്റ ഈക്വൽ ടു സൈൻ ആൽഫ. സോ വാട്ട് ഈസ് തീറ്റ? വിച്ച് ഈസ് n pi plus minus 1 raised to n into alpha എന്നാണ് സൊല്യൂഷൻ കിട്ടുക. സോ ആൽഫ എന്ന് പറയുന്നത് എന്താണ്? പൈ ബൈ 6. ദാറ്റ് ഈസ് തീറ്റ ഈക്വൽ ടു n pi plus minus 1 raised to n into pi by 6. n is an integer which is the general solution. വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലമാണ്. അതുപോലെ സെക്കൻഡ് 1 ഇതുപോലെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതാണ് നമ്മൾ നോക്കേണ്ട. അടുത്തത് സെക്കൻഡ് പ്രോബ്ലം. ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ നോക്കുക. സെക്കൻഡ്, സൈൻ തീറ്റ ഈക്വൽ ടു മൈനസ് √3/2 ഈസ് നെഗറ്റീവ് അല്ലേ? എപ്പോഴാണ് സൈൻ തീറ്റ √3/2 പോസിറ്റീവ് √3/2 ആവുന്നത്? ഇറ്റ് ഈസ് പൈ ബൈ 3 ആണ്.
ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഇത് നെഗറ്റീവാണ്. സൈൻ തീറ്റ എപ്പോഴാണ് നെഗറ്റീവ് ആവുന്നത്? ഇൻ വിച്ച് ക്വാഡ്രന്റ്? തേർഡും ഫോർത്ത് ക്വാഡ്രന്റിലാണ് നെഗറ്റീവ് ആവുന്നത്. സോ വാട്ട് ഈസ് തീറ്റ? ഈസ് പൈ പ്ലസ് ആൽഫ ആൻഡ് 2π മൈനസ് ആൽഫ. ആ റിസൾട്ട് ഓർത്തിരിക്കുക. സോ വാട്ട് ഈസ് ആൽഫ എന്നുള്ളത്? സൈൻ തീറ്റ എപ്പോഴാണ് പോസിറ്റീവ് √3/2 എന്ന മിനിമൽ ആംഗിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് π/3 ആണ്. സോ പൈ പ്ലസ് π/3, 2π മൈനസ് π/3 ദാറ്റ് ഈസ് 4π/3 ആൻഡ് 5π/3 ആർ ദ പ്രിൻസിപ്പൽ സൊല്യൂഷൻ. ഓക്കെ, ഇനി ജനറൽ സൊല്യൂഷൻ. സൈൻ തീറ്റ = മൈനസ് √3/2. മൈനസ് √3/2നെ നമുക്ക് സൈനിൽ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് മൈനസ് √3/2 സൈൻ π/3. ബട്ട് മൈനസ് സൈൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ മൈനസ് തീറ്റ ആണല്ലോ. മൈനസ് സൈൻ തീറ്റ ഈസ് സൈൻ മൈനസ് തീറ്റ. സോ സൈൻ മൈനസ് π/3. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് സൈൻ തീറ്റ = സൈൻ ആൽഫ ഫോമാണ്. സോ തീറ്റ = nπ plus minus 1/n into alpha, that is minus π/3. And it's an integer, that's a solution. Okay. Then third one. Cos theta = minus 1/2 is negative അല്ലേ? Cos theta എപ്പോഴാണ് നെഗറ്റീവ് ആവുന്നത്? ഇറ്റ് ഈസ് സെക്കൻഡും തേർഡും ക്വാഡ്രന്റ് ആണ്. ദാറ്റ് ഈസ് പൈ മൈനസ് ആൽഫ ആൻഡ് പൈ പ്ലസ് ആൽഫ ആയിരിക്കും തീറ്റയുടെ വാല്യൂ. കറക്റ്റ് അല്ലേ? സെക്കൻഡും തേർഡും ആകുമ്പോൾ. വാട്ട് ഈസ് ആൽഫ എന്നുള്ളത്? എപ്പോഴാണ് കോസ് തീറ്റ പോസിറ്റീവ് 1/2 ആവുന്ന മിനിമൽ ആംഗിൾ? വിച്ച് ഈസ് 60 ഡിഗ്രി അല്ലേ? ദാറ്റ് ഈസ് π/3. സോ ദ ആൻസർ ഈസ് പൈ മൈനസ് π/3 ആൻഡ് പൈ പ്ലസ് π/3 വിച്ച് ഈസ് 2π/3 ആൻഡ് 4π/3 ആർ ദ പ്രിൻസിപ്പൽ സൊല്യൂഷൻ. ഓക്കെ, ഇനി ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന നോക്കിക്കോ. കോസ് തീറ്റ = മൈനസ് 1/2. എങ്ങനെയാണ് മൈനസ് 1/2നെ കോസിൽ എക്സ്പ്രസ് ചെയ്യുന്നത്? അല്ലേ, നേരത്തെ സൈൻ എഴുതിയ പോലെ എഴുതാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മൈനസ് 1/2 ഇസ് കോസ് π/3. മൈനസ് കോസ് തീറ്റയെ നമുക്ക് എന്ത് ചെയ്യാം? കോസ് മൈനസ് തീറ്റ എന്ന് എഴുതാൻ പറ്റില്ല. അത് കോസ് 180 മൈനസ് തീറ്റ എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. മൈനസ് കോസ് തീറ്റ ഈസ് കോസ് 180 മൈനസ് തീറ്റ ഓർ പൈ മൈനസ് തീറ്റ. ഓക്കെ, ദെർഫോർ കോസ് തീറ്റ = കോസ് 2π/3 എന്ന് കിട്ടും. ഇപ്പോൾ ഏതാ ഫോം? ഇറ്റ് ഈസ് കോസ് തീറ്റ = കോസ് ആൽഫ ഫോം. എന്താ കോസ് തീറ്റ = കോസ് ആൽഫ? തീറ്റ = 2nπ പ്ലസ് ഓർ മൈനസ് ആൽഫ. ഇതാണ് സൊല്യൂഷൻ വരിക. ഓക്കെ, ആൽഫക്ക് പകരം 2/3 കൊടുക്കുക. ദാറ്റ്സ് എ സൊല്യൂഷൻ ആൻഡ് ഇറ്റ് ഈസ് എ ജനറൽ സൊല്യൂഷൻ. ഇതാണ് ഈ പ്രോബ്ലം. ശ്രദ്ധിക്കുക, നമുക്ക് ചോദിക്കാൻ സാധ്യതയില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. ഓക്കെ, അടുത്ത ടൈപ്പ് പ്രോബ്ലത്തിലുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ എക്സാമിനേഷന് സ്ഥിരം ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റൻ ആണ്. ഇത്തരം ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, സോൾവ് ചെയ്യുക എന്നുള്ളത്. sin 2x minus sin 4x plus sin 6x = 0. ഓക്കെ, ഇതിലേതെങ്കിലും രണ്ട് ടേം ഗ്രൂപ്പ് ചെയ്യാം. ബെറ്റർ sin 6x ഉം sin 2x ഉം. ദ ഫംഗ്ഷൻ ഹാവിംഗ് ദ ലാർജസ്റ്റ് ആംഗിൾ ആൻഡ് സ്മോളസ്റ്റ് ആംഗിൾ. അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. കണ്ടില്ലേ? sin 2x minus sin 4x plus sin 6x = 0 implies sin 6x plus sin 2x minus sin 4x. This is sin c plus sin d അപ്ലൈ ചെയ്യാം. എന്താ sin c plus sin d? 2 sin c plus t/2 cos c minus t/2. That is 2 sin c plus t, 6x plus 2x, 8x/2, 4x. Cos c minus t, 6x minus 2x, 4x/2, 2x minus sin 4x = 0. Now sin 4x is the common factor. It is 2 cos 2x minus 1 = 0. That means either sin 4x = 0 or 2 cos 2x minus 1 = 0. ശരിയല്ലേ? Either this = 0 or this = 0. That is sin 4x = 0 or cos 2x = 1/2 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ ജനറൽ സൊല്യൂഷനാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. sin 4x = 0 എന്ന് പറയുന്നത് എപ്പോഴാണ്? എന്താ ജനറൽ സൊല്യൂഷൻ? sin തീറ്റ = 0, തീറ്റ = nπ. ഇവിടെ 4x ആണ്. സോ 4x = nπ. വാട്ട് ഈസ് x? nπ/4. ഓക്കെ അല്ലേ? x = nπ/4. ഇത് ഒരു സൊല്യൂഷനാണ്. അടുത്തത് cos 2x = 1/2. 1/2നെ എങ്ങനെ എഴുതാം? 1/2നെ cos π/3 എന്ന് എഴുതാം. സോ cos 2x = cos π/3 എന്ന് കിട്ടി. ഇതേതാ ഫോം? ഇറ്റ് ഈസ് cos തീറ്റ = cos ആൽഫ ഫോം. റെഡി അല്ലേ? സോ തീറ്റ = 2nπ പ്ലസ് ഓർ മൈനസ് ആൽഫ. അതായത് 2x = 2nπ പ്ലസ് ഓർ മൈനസ് π/3 എന്ന് സൊല്യൂഷൻ കിട്ടും. നമുക്ക് എക്സിൻ്റെ വാല്യൂ വേണ്ടത്. സോ ഡിവൈഡ് ബൈ 2, then x = nπ പ്ലസ് ഓർ മൈനസ് π/6 എന്ന് ആൻസർ കിട്ടും. ദാറ്റ്സ് എ സൊല്യൂഷൻ. സോ വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലമാണ്. നമുക്ക് 3 മാർക്ക് 4 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അടുത്തത്
അടുത്ത സൊല്യൂഷൻ ഓഫ് ട്രയാങ്കിൾസ്. അതായത് നമ്മുടെ മിസ്സലേനിയസിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. അതിൽ നിന്ന് ഒരു ചോദ്യം എല്ലായ്പ്പോഴും ചോദിക്കാറുണ്ട്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സൊല്യൂഷൻ ഓഫ് ട്രയാങ്കിൾസിൽ ലോ ഓഫ് സൈൻ, ലോ ഓഫ് കൊസൈൻ, ലോ ഓഫ് ടാൻജൻസ് ആണ് മെയിനായിട്ടുള്ളത്. അതിലാദ്യം ലോ ഓഫ് സൈൻസ്. ലോ ഓഫ് സൈൻസിൻ്റെ പ്രൂഫ് പറ്റുമെങ്കിൽ പഠിക്കുക. പ്രൂഫ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ലോ ഓഫ് സൈൻസിൽ ട്രയാങ്കിൾ എ ബി സി പ്രൂവ് ദാറ്റ് സൈൻ എ ബൈ എ ഈക്വൽ ടു സൈൻ ബി ബൈ ബി ഈക്വൽ ടു സൈൻ സി ബൈ സി. ഓക്കെ, സ്മോൾ എ ബി സി എന്ന് പറയുന്നത് ആംഗിൾ എ ബി സി, ട്രയാങ്കിളിൻ്റെ ആംഗിൾ എ ബി സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിൻ്റെ ലെങ്ത് ആണ് സ്മോൾ എ ബി സി. ഓക്കെ, നമുക്കൊന്ന് പ്രൂവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ യു ടേക്ക് എ ട്രയാങ്കിൾ എ ബി സി. സി എ എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആണ് എ ഉള്ളത്, ബി എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ബി ഉള്ളത്, സി എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സി ഉള്ളത്. നമ്മൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ട്രയാങ്കിൾ ചിലപ്പോൾ 3 തരത്തിലാവാം. ഒന്ന് അക്യൂട്ട് ആംഗിൾ വരുന്നതാവാം, ഒബ്റ്റ്യൂസ് ആംഗിൾ വരുന്നതാവാം, റൈറ്റ് ട്രയാങ്കിൾ ആവാം. ഓക്കെ, തൽക്കാലം നമ്മൾ ഒന്ന് മാത്രമേ ഇവിടെ പ്രൂഫിന് വേണ്ടി കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ബാക്കി രണ്ടും അതുപോലെ പ്രൂവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എ ബി സി ഇസ് ദ ട്രയാങ്കിൾ വിത്ത് എ ഈക്വൽ ടു ബി സി, ബി ഈക്വൽ ടു എ സി ആൻഡ് സി ഈക്വൽ ടു എ ബി. ആൻഡ് ആംഗിൾ സി ഈസ് എയ്തർ അക്യൂട്ട് ഓർ റൈറ്റ് ആംഗിൾഡ് ഓർ ഒബ്റ്റ്യൂസ്. 3 ഏതും ആവാം. തൽക്കാലം നമ്മളിവിടെ അക്യൂട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി പ്രൂഫ് സെയിം ആണ്. ഓക്കെ, നൗ ആൻഡ് ഡ്രോ പെർപെൻഡിക്കുലർ എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി. കണ്ടില്ലേ, ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി വരച്ചല്ലോ. നൗ വി കൺസിഡർ എ ട്രയാങ്കിൾ എ ബി ഡി. ട്രയാങ്കിൾ എ ബി ഡി. ഈ ട്രയാങ്കിളിൽ എന്താണ് സൈൻ ബി? സൈൻ ബി ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, ദാറ്റ് ഈസ് എ ഡി ബൈ എ ബി. സോ വാട്ട് ഈസ് എ ഡി? ഇറ്റ് ഈസ് എ ബി സൈൻ ബി. എ ബി എന്ന് പറയുന്നതിൻ്റെ ലെങ്ത് എന്താണ്? സി ആണ്. സോ സി സൈൻ ബി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ട്രയാങ്കിൾ എ ബി ഐ ഡി എന്ന് കിട്ടുന്ന റിസൾട്ടാണത്. ഓക്കെ, ഇതുപോലെ വാട്ട് ഈസ് സൈൻ സി ഫ്രം ദിസ് ട്രയാങ്കിൾ? എന്താണ് വരിക? സൈൻ സി ഇറ്റ് ഈസ് എ ഡി ബൈ എ സി. എ സി എന്ന് പറഞ്ഞാൽ ബി ആണ്. സോ എ ഡി ബൈ എ സി, ദാറ്റ് ഇംപ്ലൈസ് എ ഡി ഈക്വൽ ടു ബി സൈൻ സി എന്ന് വരും. ഓക്കെ, ഈ 2 ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഒന്നുമില്ല, നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചിട്ട് എ ബി ഡി ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക, സൈൻ ബി കണ്ടുപിടിക്കുക. എ ഡി സി ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക, സൈൻ സി കണ്ടുപിടിക്കുക. ഓക്കെ, കണ്ടുപിടിച്ച് കിട്ടുന്നതാണ്. എ ഡി ഇതിൽ കോമൺ ആണ്. അതുകൊണ്ട് ഒരു കോമൺ ആയിട്ടുള്ളൊരു ആൻസർ ഇവിടെ കിട്ടും നമുക്ക്. എ ഡി ഈക്വൽ ടു ദിസ് ആൻഡ് എ ഡി ഈക്വൽ ടു ദിസ്. അപ്പോൾ ഇത് 2 ഇക്വേറ്റ് ചെയ്യാം. എന്താണ്? ഫ്രം 1 and 2 സി സൈൻ ബി ഈക്വൽ ടു ബി സൈൻ സി. കറക്റ്റ് അല്ലേ? ദാറ്റ് ഈസ് സൈൻ ബി ബൈ ബി ഈക്വൽ ടു സൈൻ സി ബൈ സി എന്ന് കിട്ടും. ഇത് നമുക്ക് കിട്ടേണ്ടതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്തത് എന്ന് ബി സിയിലോട്ട് പെർപെൻഡിക്കുലർ വരച്ചതാണ്. ഇനി നമ്മൾ ബി എന്ന് എ സിയിലോട്ടോ ഇല്ലെങ്കിൽ സി എന്ന് എ ബിയിലോട്ടോ പെർപെൻഡിക്കുലർ വരച്ചിട്ട് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ റിസൾട്ട് കിട്ടും. സിമിലർലി ബൈ ഡ്രോയിങ് ദ പെർപെൻഡിക്കുലർ ഫ്രം സി ഓൺ എ ബി വി ഗെറ്റ് സൈൻ എ ബൈ എ ഈക്വൽ ടു സൈൻ ബി ബൈ ബി എന്ന് കിട്ടും. വീണ്ടും ചെയ്യണമെന്നില്ല, ഇതുപോലെ എഴുതി വെച്ചാൽ മതി. ഇനി ഈ 2 ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ. സൈൻ ബി ബൈ ബി ഈക്വൽ ടു സൈൻ സി ബൈ സി ആൻഡ് സൈൻ എ ബൈ എ ഈക്വൽ ടു സൈൻ ബി ബൈ ബി. രണ്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സൈൻ എ ബൈ എ ഈക്വൽ ടു സൈൻ ബി ബൈ ബി ഈക്വൽ ടു സൈൻ സി ബൈ സി എന്ന് കിട്ടും. ദാറ്റ് ഈസ് ലോ ഓഫ് സൈൻ. ഓക്കെ, നന്നായി പഠിക്കുക. അതിൻ്റെ പ്രൂഫ് നന്നായി മനസ്സിലാക്കുക. ഓക്കെ, യെസ്. അടുത്തത് ലോ ഓഫ് കൊസൈൻസ്. ലോ ഓഫ് കൊസൈൻസ്. cos a equal to b square plus c square minus a square by 2bc, cos b equal to c square plus a square minus b square by 2ca, cos c equal to a square plus b square minus c square by 2ab. ഇത് മൂന്നുമാണ് ലോ ഓഫ് കൊസൈൻ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ പ്രൂഫ് ചെയ്യാം. യെസ്. ഓക്കെ, നമ്മൾ cos a equal to b square plus c square minus a square by 2bc എന്നാണ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഓക്കെ, you consider a triangle like this. Triangle ABC. Length of the side is small abc. Draw perpendicular from B to AC like this. Okay. ഇവിടെ നിന്ന് ഇപ്പം ബി എന്നാണ് പെർപെൻഡിക്കുലർ വരച്ചിരിക്കുന്നത്. ഇത് എങ്കിൽ കോസ് എ കിട്ടും. ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചാൽ കോസ് ബിയോ കോസ് സിയോ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ആൻസേഴ്സ് ആണ് കിട്ടുക. അപ്പോൾ ചെയ്യുന്നൊന്ന് ശ്രദ്ധിക്കുക. ഇവിടുന്ന് ബി നിന്ന് എ സിയിലോട്ടാണ് പെർപെൻഡിക്കുലർ വരച്ചിരിക്കുന്നത്. ഞാൻ ലിസൺ. ഫ്രം ട്രയാങ്കിൾ ബി സി ഡി. ഏതാ ബി സി ഡി? ബി സി ഡി. ഇതാ ഈ ട്രയാങ്കിൾ.
ഈ ട്രയാങ്കിളിൽ നമുക്ക് പൈതഗോറിയൻ റിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് ബി സി സ്ക്വയർ ഈക്വൽ ടു സി ഡി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ എന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ് എ സ്ക്വയർ ഈക്വൽ ടു സി ഡി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ. ഓക്കെ, ദെൻ ഇനി നമുക്ക് സി ഡി എന്താണെന്നും ബി ഡി എന്താണെന്നും കണ്ടുപിടിക്കണം. ദിസ് ഇസ് സി ഡി ആൻഡ് ദിസ് ഇസ് ബി ഡി. നോക്കാം. ഫ്രം ട്രയാങ്കിൾ എ ബി ഡി, ദാ ഈ ട്രയാങ്കിൾ എ ബി ഡി, ഈ ട്രയാങ്കിളിൽ നിന്ന് വാട്ട് ഈസ് സൈൻ എ? സൈൻ എ ഈസ് ബി ഡി ബൈ എ ബി ആണ്. ബി ഡി ബൈ എ ബി. ഫ്രം ദാറ്റ് വാട്ട് ഈസ് ബി ഡി? ഇറ്റ് ഈസ് സി സൈൻ എ. കണ്ടില്ലേ, അവിടെ നമുക്ക് എ സ്ക്വയർ ഈക്വൽ ടു സി ഡി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ എന്ന് ബി ഡിയുടെ ഒരു എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞു. ഇറ്റ് ഈസ് സി സൈൻ എ. ഇനി സി ഡി വേണം. എന്താ സി ഡി? സി ഡി എന്ന് പറയുന്നത് എ സി മൈനസ് എ ഡി ആണ്. കറക്റ്റ് അല്ലേ? സി ഡി ഈസ് എ സി മൈനസ് എ ഡി. ഓക്കെ, എ സി എന്താണ്? ബി ആണ്, ലെങ്ത് ബി ആണ്. ബി മൈനസ് എ ഡി എന്ന് പറയുന്ന അതിനെ ഞാൻ ഈ ഹൈപ്പോട്ടനസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഹൈപ്പോട്ടനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എ ഡി എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ എ ബി ഡിയുടെ ഒരു സൈഡാണ്. ഓക്കെ, അതിൻ്റെ ഹൈപ്പോട്ടനസ് ആണ് ഈ കാണുന്നത്. അതിനെ ഞാൻ ഡിവൈഡ് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. എ ഡി ബൈ എ ബി. വാട്ട് ഈസ് എ ഡി ബൈ എ ബി? ഇറ്റ് ഈസ് കോസെ അല്ലേ, അഡ്ജസ്റ്റൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ദെൻ എ ബി എന്ന് പറയുന്ന ലെങ്ത് സി ആണ്. സോ സി കോസെ എന്ന് കിട്ടും. ശരിക്കും ശ്രദ്ധിക്കുക, സി ഡി കിട്ടുന്നത് സി ഡി ഈസ് എ സി മൈനസ് എ ഡി. എ ഡിയെ ഈ ഹൈപ്പോട്ടനസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ. എ ഡി ബൈ എ ബി എന്ന് പറഞ്ഞാൽ കോസയാണ്. സോ ബി മൈനസ് സി കോസെ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷനിൽ സി ഡിയും ബി ഡിയും കിട്ടിക്കഴിഞ്ഞു. കറക്റ്റ് അല്ലേ? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എ സ്ക്വയർ ഈക്വൽ ടു ബി മൈനസ് സി കോസെ ഹോൾ സ്ക്വയർ പ്ലസ് ബി ഡി എന്ന് പറഞ്ഞാൽ സി സൈൻ എ ഹോൾ സ്ക്വയർ. സോ എക്സ്പാൻഡഡ്, കംപ്ലീറ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്താൽ ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ കോസ് സ്ക്വയർ എ മൈനസ് 2bc കോസ് എ പ്ലസ് സി സ്ക്വയർ സൈൻ സ്ക്വയർ എ. ഓക്കെ, ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും. നമുക്ക് സിംപ്ലിഫൈ, അവിടെ സി സ്ക്വയർ കോമൺ ആണ്. അപ്പോൾ കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ 1. അപ്പോൾ ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2bc കോസ് എ എന്ന് കിട്ടും. ഓക്കെ, ഫ്രം ദിസ് കോസ് എ എന്താണ്? ഇറ്റ് ഈസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 2bc എന്ന് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, ഇതാണ് റിസൾട്ട്. ലോ ഓഫ് കൊസൈൻ പ്രൂഫ് പഠിക്കുക. ഓക്കെ, the next is a very important one. Frequently ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ലോ ഓഫ് ടാൻജൻസ് ഓർ നേപ്പിയേഴ്സ് അനലോഗി. നോക്കാം. ടാൻ ബി മൈനസ് സി ബൈ 2 ഈക്വൽ ടു ബി മൈനസ് സി ബൈ ബി പ്ലസ് സി ഇൻറ്റു കോട്ട് എ ബൈ 2. ടാൻ സി മൈനസ് എ ബൈ 2 ഈക്വൽ ടു സി മൈനസ് എ ബൈ സി പ്ലസ് ഇൻറ്റു കോട്ട് ബി ബൈ 2. ടാൻ എ മൈനസ് ബി ബൈ 2 ഈക്വൽ ടു എ മൈനസ് ബി ബൈ എ പ്ലസ് ബി ഇൻറ്റു കോട്ട് സി ബൈ 2. ഇത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഇതിൽ ടേമിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്കതിൻ്റെ ഒരു പ്രൂഫ് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു സ്ഥിരം ചോദ്യമാണ് നേപ്പിയേഴ്സ് അനലോഗി ലോ ഓഫ് ടാൻജൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, പ്രൂവ് ചെയ്യണമെങ്കിൽ യു ടേക്ക് ദിസ് എക്സ്പ്രഷൻ ബി മൈനസ് സി ബൈ ബി പ്ലസ് സി. ഇതിൽ ലോ സൈൻ ഉപയോഗിച്ചുകൊണ്ട് ബൈ ലോ സൈൻ എ ബൈ സൈൻ ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈക്വൽ ടു സി ബൈ സൈൻ സി ഈക്വൽ ടു സം കോൺസ്റ്റന്റ് കെ ആണ്. ഫ്രം ദിസ് സ്മോൾ ഐ സ്മോൾ ബി സ്മോൾ സി എന്ന് പറയുന്നത് കെ സൈൻ എ കെ സൈൻ ബി കെ സൈൻ സി ആയിരിക്കും. ലോ സൈൻ ഇങ്ങനെ എടുക്കാൻ പറ്റും. എന്നിട്ട് ഈ ബി മൈനസ് സി ബൈ ബി പ്ലസ് സി എന്ന എക്സ്പ്രഷനിൽ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ? ബി ഈസ് കെ സൈൻ ബി മൈനസ് കെ സൈൻ സി ബൈ ബി ഈസ് കെ സൈൻ ബി പ്ലസ് കെ സൈൻ സി ഈക്വൽ ടു കെ കോമൺ ഫാക്ടറാണ്. അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ബി മൈനസ് സൈൻ സി ബൈ സൈൻ ബി പ്ലസ് സൈൻ സി എന്ന് കിട്ടും. ഇനിയോ ദിസ് ഈസ് സൈൻ സി മൈനസ് സൈൻ ഡി ഫോം അല്ലേ? ദാറ്റ് ഈസ് 2 cos c പ്ലസ് ഡി ബൈ 2 ഇൻറ്റു സൈൻ സി മൈനസ് ഡി ബൈ 2. ഇത് സൈൻ സി പ്ലസ് സൈൻ ഡി ഫോം. എന്താണ്? 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2. അപ്ലൈ ചെയ്താൽ ഇറ്റ് ഈസ് 2 cos b പ്ലസ് സി ബൈ 2 സൈൻ ബി മൈനസ് സി ബൈ 2. ഇതോ 2 സൈൻ ബി പ്ലസ് സി ബൈ 2 ഇൻറ്റു കോസ് ബി മൈനസ് സി ബൈ 2. ഇതിൽ എന്താണ് പോവുക? 2 ക്യാൻസലായി. പിന്നെയോ കോസ് ബി പ്ലസ് സി ബൈ 2 ബൈ സൈൻ ബി പ്ലസ് സി ബൈ 2 which is cot b plus c by 2. Sin b minus c by 2 by cos b minus c by 2 is tan b minus c by 2 എന്ന് സിംപ്ലിഫൈ ചെയ്ത് എടുക്കാൻ പറ്റും. ശ്രദ്ധിക്കുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് b minus c by b plus c ആണ്. അപ്പോൾ എന്ത് വരും? Therefore what is tan b minus c by 2 which is
എന്താ ഈ ടേം കോട്ട് ബി പ്ലസ് സി ബൈ ടു അപ്പുറത്ത് പോകുമ്പോൾ 1 ബൈ കോട്ട് ദാറ്റ് ഈസ് ടാൻ ആവും. ടാൻ ബി പ്ലസ് സി ബൈ ടു ഇങ്ങനെ വരും. ഓക്കെ, നമുക്കറിയാം ഇതൊരു ട്രയാങ്കിൾ ആണ്. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി 150 ഡിഗ്രി ആയിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. വാട്ട് ഈസ് ബി പ്ലസ് സി? ഇറ്റ് ഈസ് 180 മൈനസ് എ ആയിരിക്കും. വാട്ട് ഈസ് ബി പ്ലസ് സി ബൈ ടു? ദാറ്റ് ഈസ് 90 മൈനസ് എ ബൈ ടു ആയിരിക്കും. വിച്ച് ഈസ് ബി പ്ലസ് സി ബൈ ബി മൈനസ് സി ഇൻറ്റു ടാൻ 90 മൈനസ് എ ബൈ ടു എന്ന് എഴുതാൻ പറ്റും. ടാൻ 90 മൈനസ് തീറ്റ കോട്ട് തീറ്റയാണ്, വിച്ച് ഈസ് കോട്ട് എ ബൈ ടു. അപ്പോൾ റിസൾട്ട് കിട്ടിയില്ലേ? ടാൻ ബി മൈനസ് സി ബൈ ടു ഈക്വൽ ടു ബി പ്ലസ് സി ബൈ ബി മൈനസ് സി ഇൻറ്റു കോട്ട് എ ബൈ ടു എന്ന് ആൻസർ കിട്ടും. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നന്നായി പഠിക്കുക. ഓക്കെ, യെസ്, ഇതൊക്കെയാണ് മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻസ്. ഇനി കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ചോദിച്ച ചില ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ് ഒന്ന് ശ്രദ്ധിക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 75 ഡിഗ്രി. സി ദ ഫിഗർ. ഫിഗർ വെച്ചിട്ടല്ല സൈൻ 75 ഡിഗ്രി കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ നോക്കുക, ഫിഗർ ഉണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ എ ഫിഗർ ആംഗിൾ എ ഒ ബി ഈക്വൽ ടു 30 ഡിഗ്രി. ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് 2 യൂണിറ്റ്സ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ആർക്ക് എ ബി. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി കോഡ് എ ബി ടു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഫസ്റ്റ് സെക്ഷനാണ് ശരിക്കും. സൈൻ 75 എന്ത് ചെയ്യാം? ഇറ്റ് ഈസ് സൈൻ 45 പ്ലസ് 30 ഉപയോഗിച്ചുകൊണ്ട് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ അറിയാം നമുക്ക്, അല്ലേ? സൈൻ 45 പ്ലസ് 30, ദിസ് ഇസ് സൈൻ എ പ്ലസ് ബി ഫോം, സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി, അല്ലേ? സോ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അല്ലേ? സൈൻ 45 1/√2, കോസ് 30 √3/2, കോസ് 45 1/√2, സൈൻ 30 1/2. വൈൽ സിംപ്ലിഫൈങ് ദിസ് ഇറ്റ് ഈസ് √3 പ്ലസ് 1/2 ഓക്കെ, ഓർത്തിരിക്കുക. ഇനി ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫിഗർ ആംഗിൾ എ ഒ ബി ഈക്വൽ ടു 30 ഡിഗ്രി. ദിസ് ഇസ് 30 ഡിഗ്രി. റേഡിയസ് ഈസ് 2 യൂണിറ്റ്സ്. നമുക്ക് വേണ്ടത് ലെങ്ത് ഓഫ് ദി ആർക്ക് എ ബി ആണ്. എങ്ങനെ കണ്ടുപിടിക്കുക? ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. തീറ്റ ഈക്വൽ ടു എൽ ബൈ ആർ ഓർ എൽ ഈസ് ഈക്വൽ ടു ആർ തീറ്റ. എൽ ഈസ് ഈക്വൽ ടു ആർ തീറ്റ. അപ്പോൾ റേഡിയസ് അറിയാം, തീറ്റ അറിയാം, ആർക്ക് ലെങ്ത് മാത്രമാണ് അറിയാനുള്ളത്. തീറ്റ 30 ഡിഗ്രി എന്നുള്ളത് റേഡിയനിലോട്ട് മാറ്റിയാണ്. റേഡിയനിലോട്ട് മാറ്റിയേ പറ്റൂ. ദെൻ ഓൺലി ദ ഫോർമുല എൽ ഈക്വൽ ടു ആർ തീറ്റ, ഇല്ലേ? സോ 2 × π/6 π/3 സെൻറ്റിമീറ്റർ. വേണമെങ്കിൽ പൈ എന്നുള്ളത് 22/7 എന്ന് സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ വരെ ഓക്കെ. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ വരെ ട്രിഗണോമെട്രിയുടെ ആദ്യ ഭാഗങ്ങളുള്ള ക്വസ്റ്റ്യൻസ് ആണ്. തേർഡ് വൺ ശ്രദ്ധിച്ചോളൂ. തേർഡ് വൺ നമുക്ക് കോഡ് എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. കോഡ് എ ബി, ഇതാ എ ബി എന്നല്ല കോഡ്, ഇതാ ഇതിൻ്റെ ലെങ്ത്, അതായത് ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്, എ ബി. ഇവിടെ നമുക്ക് 3 ആംഗിളും അറിയാം. 3 ആംഗിൾ അറിയാമെങ്കിൽ തീർച്ചയായും നമുക്ക് 3 സൈഡും അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഇവിടെ റേഡിയസ് 2 ആണെന്ന് പറഞ്ഞുകൊണ്ട് റേഡിയസും അറിയാം, അല്ലേ? റേഡിയസും അറിയാം. അതുകൊണ്ട് തന്നെ ബാക്കി എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എന്ത് ചെയ്യാം? യൂസിങ് ലോ ഓഫ് സൈൻ വി ഹാവ് എ ബൈ സൈൻ ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈക്വൽ ടു സി ബൈ സൈൻ സി. ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടെ സൈഡൊക്കെ നോക്കുക. എ എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ഈ ലെങ്ത് ഒ ബി ആണ്, അല്ലേ? നോക്കാം. ദിസ് ഇസ് ഒ ബി. ഒ ബി എന്ന് പറഞ്ഞ ഏത് ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആണ്? എ എന്ന ആംഗിളിൻ്റെ. സോ ഒ ബി ബൈ സൈൻ എ ഈക്വൽ ടു ഒ എ. ഒ എ എന്ന് പറയുന്ന ഏത് ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആണ്? ബിയുടെ ഓപ്പോസിറ്റ് ആണ്. സോ ഒ എ ബൈ സൈൻ ബി. ഈ ആംഗിളോ 30 ഡിഗ്രി. ദിസ് ഇസ്, അല്ലേ, 30 ഡിഗ്രി ഓപ്പോസിറ്റ്, ദാറ്റ് ഇസ് ഒൻ്റെ ഓപ്പോസിറ്റ് ആണ് എ ബി. സോ എ ബി ബൈ സൈൻ ഒ, ദാറ്റ് ഇസ് 30 ഡിഗ്രി. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ്. ഒ ബി ഈസ് 2, ഒ എ ഈസ് 2, അല്ലേ? എ ബി മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതാണ് ആർക്ക് ലെങ്ത്. ദിസ് ഇസ് സൈൻ 75, sin 75 and sin 30. Okay, le? Then 2 by sin 75 equal to AB by 1/2 sin 30 1/2. What is AB then? 2 into 1/2 into 1 by sin 75. Sin 75 value √3 plus 1/2 √2 ആണ് കൊടുക്കുക. സിംപ്ലിഫൈ ചെയ്യും. എ ബി എന്ന് പറയുന്നത് കോഡ് എ ബി ആണ്, ഈ ലെങ്ത് ആണ്. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി. ഇത് കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്.
ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 75ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. നമ്മൾ നേരത്തെ ചെയ്തു കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫിഗർ ഷോസ് എ ട്രയാങ്കിൾ എ ബി സി വിത്ത് സൈഡ് എ സി ഈക്വൽ ടു 4√2. എ സി ഈസ് 4√2. ആ സൈഡ് എ സി 4√2 ആണ്. ലെങ്ത് ഓഫ് ദി ആർക്ക് ബി ഡി സി, ദിസ് ഇസ് ബി ഡി സി, ലിസൺ, ദിസ് ഇസ് ബി ഡി സി ഈസ് 10π/3 യൂണിറ്റ്സ്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ആംഗിൾ എ ഇൻ ഡിഗ്രി മെഷർ, ഈ ആംഗിൾ ഡിഗ്രി മെഷറിൽ എഴുതണം. പിന്നെ ലെങ്ത് ഓഫ് ദ സൈഡ് എ ബിയും ബി സിയും കണ്ടുപിടിക്കുക, എ ബി ആൻഡ് ബി സി കണ്ടുപിടിക്കണം. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനില്ല, sin 75 ഡിഗ്രി നമ്മൾ നേരത്തെ ചെയ്താണ്. റെഫർ പ്രീവിയസ് പ്രോബ്ലം. സെക്കൻഡ് വൺ നോക്കിക്കോളൂ. എന്താണ് ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. സി, ഞാനതിൽ സെൻറ്റർ സിയും സെൻറ്ററും ബിയും സെൻറ്ററും ആയിട്ട് യോജിപ്പിക്കുന്നു. ഓക്കെ, എന്നിട്ട് ഇവിടെ സെൻറ്ററാണ്. ഓക്കെ, ഇതിൻ്റെ റേഡിയസ് 4 യൂണിറ്റ്സും തന്നിട്ടുണ്ട്. ഇത് 4 ആണ്, റേഡിയസ് ഈസ് ഓക്കെ. പിന്നെ ആർക്ക് ലെങ്ത്തും അറിയാം. ആർക്ക് ലെങ്ത്ത് ബി ഡി സി 10π/3 തന്നിട്ടുണ്ട്. അപ്പോൾ റേഡിയസും ആർക്ക് ലെങ്ത്തും അറിയാം. അപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. എന്താണ്? തീറ്റ ഈസ് ഇക്വൽ ടു L/R. കറക്റ്റ് അല്ലേ? എൽ എന്ന് വെച്ചാൽ ആർക്ക് ബി ഡി സി ബൈ റേഡിയസ് 4. ബി ഡി സി is 10π/3/4, that is 5π/6. 5π/6 എന്ന് വെച്ചാൽ 150 ഡിഗ്രി. π/6 30, 5 × 30 150 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ 150 ഡിഗ്രിയാണ്. ദിസ് ആംഗിൾ നമുക്ക് വേണ്ടത് ആംഗിൾ എ ആ. എന്താണ്? ഇൻ്റർസെപ്റ്റഡ് ആർക്ക് തിയറം. ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ആർക്ക് അല്ലേ, ഈ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും ഈ ആംഗിൾ. ഓക്കെ, therefore ആംഗിൾ ഈസ് 75 ഡിഗ്രി എന്ന് പറയാൻ പറ്റും ബൈ ഇൻ്റർസെപ്റ്റഡ് ആർക്ക് തിയറം. ഓക്കെ, ദാറ്റ്സ് എ സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് എ ബി ആൻഡ് ബി സി. എ ബിയുടെയും ബി സിയുടെയും ലെങ്ത് കണ്ടുപിടിക്കും. നോക്കാം, ശ്രദ്ധിച്ചോളൂ. എ ബി ആൻഡ് ബി സി. ഇവിടെ നമുക്ക് ലോ സൈൻ തന്നെ ഉപയോഗിക്കാം. ഓക്കെ, നോക്കിക്കോളൂ. ബൈ ലോ സൈൻ ബി സി ബൈ സൈൻ എ. ഏതാ ബി സി? ഇതാണ് ബി സി. ബി സിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ എ ആണ്. സോ ബി സി ബൈ സൈൻ എ ഈക്വൽ ടു എ സി. എ സിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ബി ആണ്. സോ എ സി ബൈ സൈൻ ബി ഈക്വൽ ടു എ ബി. എ ബിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ സി ആണ്. സോ എ ബി ബൈ സൈൻ സി എന്ന് വരും. ഓക്കെ, ഇവിടെ അറിയാവുന്ന ആംഗിളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആംഗിൾ എ 75 ഡിഗ്രിയാണ്. ആംഗിൾ സി 60 ഡിഗ്രിയാണ്. അപ്പോൾ തീർച്ചയായും ആംഗിൾ ബി നമുക്കറിയാം എത്രയാ. സോ ദിസ് ഈസ് 75, ദിസ് ഈസ് 60, കറക്റ്റ് അല്ലേ? ആൻഡ് ദിസ് ഈസ് 45 ആയിരിക്കും അല്ലേ? സോ ബി സി ബൈ സൈൻ 75, എ സി 4√2 തന്നിട്ടുണ്ട്. എ സി 4√2 ബൈ സൈൻ 70 45. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി ബൈ സൈൻ 60. അതിൽ എ ബി ബി സി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യുന്നു, ഈ രണ്ട് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യുന്നു. എന്ത് വരും? ബി സി ഈക്വൽ ടു 4√2 ഇൻറ്റു സൈൻ 75 ബൈ സൈൻ 75 ബൈ സൈൻ 45. അതുപോലെ എ ബി ഈക്വൽ ടു സൈൻ 60 അപ്പുറത്ത് പോട്ടെ 4√2 ഇൻറ്റു സൈൻ 60 ബൈ സൈൻ 45 എന്ന് കിട്ടും. സോ സൈൻ 45, സൈൻ 75, സൈൻ 60യുടെ ഒക്കെ വാല്യൂ ഇവിടെ സിംപ്ലിഫൈ ചെയ്യുന്നു. ദെൻ ബി സി ഈക്വൽ ടു 4√2 ഇൻറ്റു ദിസ് ഇസ് √3 + 1 ബൈ 2√2 ബൈ 1/√2 ആൻഡ് എ ബി ഈസ് 4√2 into √3 by 2 by 1/√2. While simplifying this, BC equal to 8 into √3 + 1 by 2√2 and AB equal to 4√3 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇത്രയാണ് എ ബി ബി സി കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വർഷങ്ങളായിട്ട് ചോദിച്ച ചില ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ദാറ്റ്സ് എൻഡ് ഓഫ് ട്രിഗണോമെട്രി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുക, അതല്ലാതെയും കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്ത് നോക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് വി വിൽ ഡിസ്കസ് പെർമുട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ വീഡിയോൻ്റെ താഴെ കാണുന്ന ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ തീർക്കാവുന്നതാണ്. Okay, thank you.